ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് വാൻ ലൈഫിൻ്റെ രാജാക്കന്മാരായ നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മൾ നെപ്പോളിയൻ ഒന്ന് കാണാൻ പോവുകയാണ്. ഒരുപാട് ആഗ്രഹിച്ചൊരു ദിവസമായത്. സത്യം പറഞ്ഞാൽ ക്രിസ്മസിന് കിട്ടിയൊരു ഗിഫ്റ്റാണ് ഇന്നലത്തെ ഇവരുടെ ഒരു വീഡിയോ. കാരണം ആ ഒരു വീഡിയോ കൊണ്ടാണ് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നമ്മുടെ നെപ്പോളിയൻ ഒന്ന് കാണാം കേട്ടോ. ഓ ഗായ്സ്, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഈ ബുൾജെറ്റ്, അതായത് നമ്മുടെ എബിനെയും ലിബിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ക്രിസ്മസ് അവരുടെ കൂടിയാണ്. ഗായ്സ്, സത്യം പറഞ്ഞ് ഇവരെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെ കണ്ട എല്ലാ യൂട്യൂബേഴ്സിനും ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും നമുക്ക് സപ്പോർട്ടായി നിന്നിട്ടില്ല, ഒരാൾ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, കാരണം എന്തായാലും നമ്മളെക്കൊണ്ട് പറ്റും. കാരണം നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത് ആരും ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമല്ല, നമ്മളെക്കൊണ്ട് പറ്റും, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എവറി ഡോഗ് ഹാസ് എ ഡേ, ഞാനെന്ന പട്ടിക്കും ഒരു ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ അവരെ കാണാനാണ് വന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് പോകേണ്ട വഴി. ഒരുപാട് സന്തോഷമുണ്ട് ഗായ്സ് കാണുമ്പോൾ. കാരണം ഇവരൊക്കെയാണ് ശരിക്കും ഉയരങ്ങളിൽ എത്തേണ്ടത്. കാരണം ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് കയറി വന്നവരാണ്. അല്ലാതെ ഒരുപാട് ക്യാഷ് ഉണ്ടായിട്ട് അത് ദൂർത്തടിക്കാൻ വേണ്ടി പോയവരൊന്നുമല്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് യാത്ര തുടങ്ങിയവരാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇവർ ഒരുപാട് വീഡിയോസിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ക്രിസ്മസ് ആയാൽ ഒരു ക്രിസ്മസ് കരോള് കാണണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്കണം, താഴെ വന്ന് നിൽക്കണം. കാരണം വരൂല ആരും, ഇത്രയും ദൂരം അങ്ങോട്ട് കയറി വരത്തില്ല ആരും. അതുപോലെ തന്നെ ഒരു കല്യാണം വിളിക്കണമെങ്കിൽ നമ്മുടെ നീലക്കുറിഞ്ഞ് പൂക്കുന്ന പോലെ കാത്തു നിൽക്കണം, ആരെങ്കിലും ഒരാൾ വിളിക്കണം, അല്ലെങ്കിൽ വിളിക്കണ്ടെങ്കിൽ. ആ ഒരു ലെവലിൽ നിന്ന് തോന്നും. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ ഇതാ 7 മണി 6 മണി ടൈമിൽ ഞാൻ ഇവിടെ എത്തി ഇവരെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. ഇത്രയും കാലം ആരും തിരിഞ്ഞു നോക്കാത്ത ഇവരെ കാണാനിപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, നടക്കുകയാണ്. അവർ എഴുന്നേറ്റുണ്ടോയെന്ന് അറിയില്ല, കാരണം കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും രാവിലെ ഇറങ്ങിയത്. അപ്പോൾ ഇവർ പോകുന്നതാണ്. ഇനിയിപ്പോൾ ഇവർ പോയാൽ പിന്നെ ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാം, ഇനി ഒരു 3 മാസം എന്ന് പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഇനി ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. ശരിക്കും ഇവർ വന്നത് തന്നെ ഇവർ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വന്നതാണ്, അല്ല ഇവർ ഇപ്പോഴൊന്നും വരുന്നതല്ല. എന്തായാലും കാണാൻ കുറേ ആഗ്രഹിച്ചവരായതുകൊണ്ടാണ് ഇത്രയും നേരത്തെ. കാരണം ഇന്നലെ ഉറങ്ങിയില്ല രാത്രി, കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താ പറയുക, ഫോണ് ക്യാമൊക്കെ ചാർജ് ചെയ്ത് വെച്ച്, എൻ്റെ വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പം രാത്രിയാണ് ഇവർ വീഡിയോ ഇട്ടത്, നാളെ എല്ലാവരും വന്നോ, നമ്മളുണ്ടാവും, ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വണ്ടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കാശൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് വന്നത്. രാവിലെ തന്നെ ഓടിപ്പിടിച്ച് വന്നത്. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യും, അവർ എഴുന്നേൽക്കുന്നവർ ഓടിച്ചെന്ന് അവർ വിളിച്ച് എഴുന്നേൽപ്പിക്കൊന്നുമില്ല. കാരണം അവർ ഒരുപാട് ദിവസമായി ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങട്ടെ, കുഴപ്പമില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് കാണണം, സംസാരിക്കണം, അത്രയേ ഉള്ളൂ ഒരു ആഗ്രഹം. എന്റെ കൊമ്പലുണ്ടോ, അത് വിഷയാക്കണ്ട. തഗ്ഗിന്റെ ആളാണ് മെയിൻ. പുള്ളി വാ പറഞ്ഞ പുള്ളി തഗ്ഗാണ്. പുള്ളിയുടെ ചിരി വായിക്കുന്നത് കേട്ടോ, ഭയങ്കര ഇന്നസെന്റ് ആണ്. ഒരുപാട് സന്തോഷം. നമ്മൾ കുറെ അതിലേക്ക് ഇറങ്ങി അന്ന് വീഡിയോ എടുത്തിട്ടില്ല, കാരണം അല്ലേ അന്ന് വീഡിയോ ഒന്നും ആക്കില്ല. ഒരു വീഡിയോയിലും പുള്ളിക്കാൻ എടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മള് വരുന്ന വഴി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ സാറുണ്ട്. നമ്മൾ സാറ് തന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം നമ്മുടെ ഈ ബുൾജെറ്റിന്റെ ഫുൾ സപ്പോർട്ട് ആയിരിക്കുന്ന സാറാണ്. വളരെ നന്ദിയുണ്ട് കണ്ടതിൽ. ഓക്കെ ശരി ഗൈസ്, സോ ഹാപ്പി. എന്താ പറയുക, ക്രിസ്മസിന് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം നെപ്പോളിയൻ്റെ അടുത്താണ്. ഒരുപാട് ആഗ്രഹിച്ചൊരു ദിവസമാണിത്. കാരണം ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ അടുത്തും അതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അടുത്തും നമ്മളിവിടെ കോൺടാക്ട് ചോദിച്ചായിരുന്നു, ഒരാൾ പോലും തന്നില്ല. അവസാനം ഇന്നലെ ഇവർ ഇട്ടൊരു വീഡിയോയിലെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഒരുപാട് സന്തോഷമുണ്ട് ഇവരിങ്ങനെ കാണുമ്പോൾ. നമ്മുടെ ബ്രോ അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്താ പറയുക, ഒരു കല്യാണത്തിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. പോലീസ് മാന്മാരുണ്ട്. ഗായ്സ്, സോ ഹാപ്പി.
ഗായ്സ് നമ്മൾ ഈ ബുൾജറ്റിൻ്റെ ഒരു ഷോർട്ട് റൈഡ് പോവാണ്. മുമ്പിൽ ഈ ബുൾജറ്റുണ്ട്, അതുപോലെ തന്നെ ബൈക്കിൽ നമ്മുടെ ബ്രോയും പോകുന്നുണ്ട്. ഗായ്സ് പൊളി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന്. ഭയങ്കര സന്തോഷം. യാ അത്താണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലവ് യു ഓൾ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാനെല്ലാം നിർത്തുന്നത് നമ്മുടെ മച്ചനായിരിക്കും. ഓ ഗൈസ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓ ഗൈസ്, വീഡിയോ ഇഷ്ടമില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് വീണ്ടും മറ്റൊരു വീണ്ടും കാണാതിരിക്കും. ബൈ. അതെ.